വൈശാഖ നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ കോഴിക്കോടാണുള്ളത്, കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വൈശാഖ് സിമ്പിൾ വൺ എടുക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് എടുത്തത്? ഞാൻ കൊച്ചിയിൽ നിന്നാണ് എടുത്തത് അല്ലേ? എന്നിട്ട് ഓടിച്ചുകൊണ്ടുവന്നതാ? അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടുവന്ന് ആണല്ലേ, അടിപൊളി. ഇതിപ്പം ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി? ഞാൻ 25,000 മുകളിൽ 25,463 കിലോമീറ്റർ ഓടിയില്ലേ? ഇത് വണ്ടി എടുത്തത് എപ്പോഴാ? വണ്ടി എടുത്തത് കഴിഞ്ഞ വർഷം നവംബറിലാണ് എടുത്തത്. ഒരു വർഷം കൊണ്ട് 25,000? ഒരു വർഷം അടിപൊളി. ഇതേതാ മോഡൽ? റെഡ് കളർ ഒക്കെ ഉണ്ടല്ലോ. ഇത് സിമ്പിൾ വണ്ണിന്റെ ബ്രേസൺ എക്സ് എന്ന് പറഞ്ഞ മോഡലാ. സിമ്പിൾ വൺ തന്നെ അതില് കളർ ചേഞ്ച് വരുന്ന സ്പെഷ്യൽ ഏറ്റവും ടോപ്പ് മോഡലിന്റെയും ടോപ്പ് മോഡൽ. ഇതിന് ഓൺ ദ റോഡ് എത്രയായി? ഓൺ ദ റോഡ് ഏകദേശം 2,03,000 റേഞ്ച് വന്നിട്ടുണ്ട്. 2,03,000. അതായത് ഞാൻ എടുത്തത് ടോപ്പ് മോഡലാണ്, പക്ഷെ അതിന് 2 ലക്ഷമാണ്. അതിന് ഇതിന് 3,000 രൂപ കൂടുതലാ. ഇതിന് 5,000 കൂടുതൽ വരും. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ 198 ആയിരുന്നു. 198 ഓൺ ദ റോഡ്. ഓക്കെ. ഇപ്പം റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? വേറെ എന്താണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം? ടോപ്പ് എൻഡ് മോഡൽ ആകെ വരുന്നത് ഈ വിംഗ്ലെറ്റ് റെഡ് ആകുന്നു, പിന്നെ വീല് റെഡ് ആകുന്നു, പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് ഇതും റെഡ് ആകുന്നു. ഓക്കെ. പിന്നെ ഇത് പിന്നെ ഞാൻ ചെയ്തതാണ്. ഏത് ഈ സൈഡിലുള്ള? ഈ റെഡ് ആദ്യം ഉണ്ടായിരുന്നില്ല? ഇല്ല, അത് ഞാൻ സ്റ്റിക്കർ ഞാൻ ചെയ്താ. അത് ശരി. അവിടെ എന്തായിരുന്നു കളർ? അവിടെ ബ്ലാക്ക് ആയിരുന്നു. ഇതേപോലെ ബ്ലാക്ക് ആയിരുന്നു. ഓ അത് ശരി. 25,000 കിലോമീറ്റർ ഒരു കൊല്ലം കൊണ്ട് ഓടണമെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടാവും അല്ലേ? എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ മാംഗോ ക്യാൻസർ കെയർ എന്ന് പറഞ്ഞ ഒരു ഫൗണ്ടേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആസ്ട്രി ആയിട്ട് ടൈപ്പ് ഉള്ളത് കൊണ്ട് കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട് മിംസ് വരെ ഉള്ള അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഏകദേശം ഒരു ദിവസം 64 കിലോമീറ്റർ ഓടുന്നുണ്ട്. എൻ്റെ വൈഫ് ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്, മണ്ണാർക്കാട്. അപ്പം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആഴ്ചയിൽ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അച്ഛനും അമ്മയും എല്ലാവരും അവിടെയാണ്. അപ്പം ഏകദേശം അങ്ങോട്ടേക്ക് 120-നും 130-ന്റെ ഇടയ്ക്ക് വരുന്നുണ്ട് കിലോമീറ്റർ ഒരു സൈഡ് തന്നെ. അതേപോലെ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പം ഏകദേശം ഒരു മാസം പോലും ആയിട്ടില്ല. ഞാൻ ആകെ 700-800 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് ഞാൻ ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഓരോ ടെസ്റ്റും, വൈശാഖ് ചിലപ്പോൾ വീഡിയോസ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഓരോ ടെസ്റ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പവർ ടെസ്റ്റും റേഞ്ച് ടെസ്റ്റും അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റും. കാരണം ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 100% അല്ലേ വണ്ടീനെ പറ്റിയിട്ട് ഒരു ഉറപ്പ് വേണം. നമ്മളൊരു റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അയാൾ ബുദ്ധിമുട്ടാൻ പാടില്ല. അപ്പോൾ ഞാൻ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് പോലും ഞാനിത് റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം എനിക്കൊരു 100% ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇന്ന് വൈശാഖിൻ്റെ അടുത്തേക്ക് വന്നത്. അതായത് 25,000 കിലോമീറ്റർ ഓടിയ കാര്യം എനിക്ക് അറിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാവരെക്കാട്ടും എക്സ്പീരിയൻസ് ഉണ്ട് ഈ വണ്ടി ഓടിയിട്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ വണ്ടി വാങ്ങിക്കാൻ, അതായത് ഈ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരുപക്ഷെ വണ്ടി വാങ്ങണോ വേണ്ടേന്നൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. കാരണം ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്, എന്നിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു 25,000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു വണ്ടീനെ പറ്റിയിട്ടുള്ള മൊത്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ? ഈ 25,000 കിലോമീറ്റർ ഓടിയതിൽ എനിക്ക് മോശമായിട്ട്, അതായത് എന്ന് പറഞ്ഞാൽ ഞാൻ റോഡിൽ കടന്നുപോയ അവസ്ഥയും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. ചെറിയ കംപ്ലൈന്റ് ഉണ്ട് എന്തായാലും. അതായത് എന്ന് പറഞ്ഞാൽ ആകെ മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ബെൽറ്റിന്റെ പുള്ളീൻ്റെ ഇഷ്യൂ ആണ് വരുന്നത്. ബെൽറ്റിന്റെ പുള്ളി പെട്ടെന്ന് തേയ്മാനം വന്നിട്ട് ഷാർപ്പാകുന്നുണ്ട്. ഷാർപ്പായിട്ട് അത് ബെൽറ്റ് പൊട്ടാനുള്ള റീസൺ ആകുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ വരുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത് 25,000-ന് ഞാൻ സർവീസ് ചെയ്തിരുന്നു. അപ്പം കോഴിക്കോട് നിന്നുള്ള സർവീസ് സെന്ററിൽ നിന്ന് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനെ കൊണ്ട് ചിലപ്പം ഇനി ലോങ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് അവർ പറഞ്ഞത്. അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ വരുന്നത്. പിന്നെ ലാസ്റ്റ് വന്ന അപ്ഡേറ്റിലാണ് കുറേ ബഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് വരുന്നത് പറഞ്ഞാൽ സെൻസറിന്റെ ഇഷ്യൂ ആണ്, ഹീറ്റ് സെൻസറിന്റെ ഇഷ്യൂ ആണ് വരുന്നത്. അതായത് നമ്മളെ പോർട്ടബിൾ ബാറ്ററി ഉണ്ടല്ലോ, അതില് എന്താ പറയാ ഹീറ്റ് വാർണിംഗ് വരും. അതിൽ നിന്ന് ഒരു ചാർജ് എടുക്കാൻ തുടങ്ങി ഒരു 97% ആകുന്നേരം ചിലപ്പോൾ ഹീറ്റ് വാർണിംഗ് വരുന്നുണ്ട്. അതൊരു ബഗ് ആണെന്നാണ് അവർ പറഞ്ഞത്. അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ വരുന്നത്. എനിക്കിതുവരെ അങ്ങനെ വന്നിട്ടില്ല.
പലർക്കും വന്നിട്ടുണ്ട്, ഈ ഒരു അനുഭവം വന്നിട്ടുണ്ട്. ഞാൻ ബെൽറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതിൽ ഫസ്റ്റ് ബെൽറ്റ് ഞാൻ പൊട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ബെൽറ്റ്. ഫസ്റ്റ് ബെൽറ്റ് ഞാൻ 25,000 കിലോമീറ്ററിലാണ് ഞാൻ മാറ്റുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ മെറ്റൽ പാർട്സ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സർവീസിന് പോയ സമയത്ത് അവർ പറഞ്ഞു മാറ്റിക്കോ, കാരണം ലോങ് പോകുന്നതല്ലേ, പൊട്ടിയിട്ടുണ്ടെങ്കിൽ വഴി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ ബെൽറ്റ് മാറ്റിയതാണ്. ഈ വണ്ടി ഓടുന്ന സമയത്ത് പെട്ടെന്ന് ബെൽറ്റ് പൊട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ? ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കാരണം അതിങ്ങനെ ഫ്രീ ആവുള്ളൂ അല്ലേ? ഫ്രീ ആകുകയുള്ളൂ. ഈ ബെൽറ്റിന് ആകെ 20,000 കിലോമീറ്റർ വാറന്റി ഉള്ളൂ അല്ലേ? അതെ അതെ. അതിനുശേഷം മാറ്റുന്ന ബെൽറ്റിന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഏകദേശം 10,000 കിലോമീറ്ററിന്റെ വാറന്റിയാണ്. അതാ വരുന്നത് രണ്ടാമതുള്ള. അത് കുറെ കാലത്തേക്ക് എത്ര കാലമാണെങ്കിലും 10,000 കിലോമീറ്ററും 6 മാസമാണ് രണ്ടാമത് മാറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ 25,000 കിലോമീറ്റർ ഓടിപ്പോൾ എത്ര പ്രാവശ്യം ബെൽറ്റ് മാറ്റി? പുള്ളി മാറ്റിയിരുന്നോ? ഞാൻ പുള്ളിയാണ് മാറ്റിയത്, ബെൽറ്റ് ഞാൻ ഇതുവരെ മാറ്റിയില്ല. കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ പുള്ളി ഷാർപ്പാകുന്ന ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിതിപ്പം രണ്ടാമത്തെ പുള്ളിയാണ്. ഞാൻ ഫസ്റ്റത്തെ പുള്ളി മാറ്റിയത് 17,000 സംതിങ് എന്നാണ് മാറ്റിയത്. അത് നല്ല ഷാർപ്പായ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഷാർപ്പായിട്ടുണ്ട്, ഇനി ബെൽറ്റ് പൊട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അന്ന് കൊച്ചിയിലായിരുന്നു സർവീസ് ഉള്ളത്. കാരണം വണ്ടി എടുത്ത് കൊച്ചിയിൽ പോയി വരുമ്പോഴത്തേക്ക് എന്തായാലും പൊട്ടിയിരിക്കും. അപ്പം ഞാൻ അവരോട് പറഞ്ഞുതരാം, അവർ എനിക്ക് കൊറിയറായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നു. ഞാൻ ഇവിടുന്ന് വർക്ക്ഷോപ്പിൽ ചെന്നിട്ടാണ് ഞാൻ പുള്ളി മാറ്റിയത്. പിന്നെ ഞാൻ മാറ്റുന്നത് 25,000-ലാണ് ഞാൻ പുള്ളി മാറ്റിയത്. 2 പ്രാവശ്യം മാറ്റി. അതേപോലെ റേഞ്ച് എത്ര കിട്ടുന്നുണ്ട്? റേഞ്ചിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോങ് റൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മെയിനായിട്ട് എക്കോ റൈഡ് ആണ് ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ മണ്ണാർക്കാടേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം കൊയിലാണ്ടി തൊട്ടിട്ട് പിന്നെ നമ്മളെ കൊണ്ടോട്ടി ടൗൺ കഴിയുന്നവരെ എക്കോയിലാണ്, മാക്സിമം എക്കോയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നല്ല കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ റൈഡ് മോഡിലിട്ടാണ് പിന്നെ ഞാൻ ഓടിക്കുന്നത്. അന്നേരം ഏകദേശം എനിക്ക് 190, 200 ആ റേഞ്ചിൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ മാക്സിമം ഞാൻ പോലെ ഒരു 40-45 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ മാക്സിമം പോകുന്നത്. ഞാൻ ഈ അടുത്തൊരു റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് മിക്സ്ഡ് റേഞ്ച് ആയിരുന്നു. സാധാരണ നമ്മൾ ഇപ്പം ബ്രോ ഓടിച്ചത് 40-45 കൂടി എല്ലാവരും അങ്ങനെ ഓടിക്കണമെന്നില്ലല്ലോ. ചില എമർജൻസിയിലൊക്കെ നമുക്ക് ബാക്കിൽ ആളെ വെച്ച് പോകേണ്ടി വരും, അല്ലെ അത്യാവശ്യം ചെറിയ കാറ്റങ്ങൾ ഉണ്ടാവും, സ്പീഡിൽ പോകേണ്ടി വരും അല്ലേ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എല്ലാ മോഡിലൊക്കെ ഇട്ട് ഓടിച്ചപ്പോഴും നല്ല റേഞ്ച് എനിക്ക് കിട്ടിയ 165 എന്തോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈസി ആയിട്ട് 180-190 കിട്ടുന്നില്ലേ. അപ്പൊ നിങ്ങൾക്ക് 200-ന്റെ അടുത്ത് കിട്ടുന്നുണ്ട്, ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ റേഞ്ചിന്റെ കാര്യത്തിൽ ഓക്കെയാണ്. അതേപോലെ നമ്മളിപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം എങ്ങോട്ടെങ്കിലും ലോങ് പോവാണോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുക, എന്നപ്പം ഏകദേശം ഒരു 50% ആകുമ്പം ഇതിന്റെ സോണിക് മോഡ് പോകും. പിന്നെ എനിക്ക് തോന്നുന്നത് 40% ആകുമ്പോൾ ഡാഷ് മോഡും പോകും. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നത് അവസാനത്തെ 40% എക്കോ റൈഡും മാത്രമേ ഉള്ളൂ. അത് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് പെട്ടെന്ന് എത്തണം തോന്നിയാൽ ഈ ഒരു രീതിയിൽ നമുക്ക് എത്താൻ സാധിക്കില്ല. കാരണം റൈഡ് നമുക്ക് തരുന്നുണ്ട് 40% ചോടയാണെങ്കിലും, പക്ഷേ നമുക്ക് ആ റൈഡിന് നമ്മളെ സാധാരണ നല്ല ബാറ്ററി പെർസെൻറ്റേജ് ഉള്ള റൈഡിന്റെ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല, പവർ കിട്ടുന്നില്ല. എന്താ സ്പീഡ് കയറും, പക്ഷേ കുറച്ച് ടൈം എടുത്തിട്ടാണ് സ്പീഡ് കയറുക. എക്കോന്റെ അതേപോലെ നല്ല രീതിയിലാണ് തരിക. പക്ഷെ അതുകൊണ്ടൊരു ഗുണം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ അവസാനത്തെ ബാറ്ററി പേഴ്സണിൽ ചിലപ്പോൾ നമ്മൾ എവിടെയും കുടുങ്ങി പോകാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ സോണിക് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. ഇത് ചിലപ്പോൾ അതിനു വേണ്ടി വെച്ചായിരിക്കുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ പോർട്ടബിൾ ബാറ്ററി തന്നെ നമുക്ക് എത്തേണ്ട ഇടത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പോർട്ടബിൾ ബാറ്ററി എന്ന് പറയുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ബാറ്ററി തന്നെ നമുക്ക് അത്യാവശ്യം നല്ലതാണ്. കാരണം മെയിൻ ബാറ്ററി ഇവർ പറയുന്നത് പറഞ്ഞാൽ 140 കിലോമീറ്റർ ആണ് അതിൽ കാണിക്കുന്നത്. നമുക്ക് 140 തന്നെ നമുക്ക് മാക്സിമം കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി വാങ്ങിയ സമയത്ത് അവർ ഇത് ടയർ തന്നെയാണ്, TVSന്റെ ടയറാണ്. അത് വളരെ ക്വാളിറ്റി കുറഞ്ഞ ടയറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ അറിയാം, വോംബ്ലിംഗ് ഇഷ്യൂ ഉണ്ടോ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡില്? എനിക്ക് അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ വാങ്ങിയ കൂട്ടത്തിലുള്ള അധികം ആൾക്കും വോംബ്ലിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ സൈഡ് തേയ്മാനം വരുന്നുണ്ട് ടയറിന്. ഫ്രണ്ട് ടയറിനും നല്ല രീതിയിൽ സൈഡ് തേയ്മാനം വരുന്നുണ്ട്.
അപ്പോൾ അത് മാറുമെന്ന് അറിയില്ല അതിനും. പിന്നെ ഞാൻ MRFന്റെ ടയർ ഇട്ടു. MRFന്റെ ടയർ ഇട്ടാലും പക്ക ക്ലിയർ ആയിട്ട് അധികം വോംബ്ലിങ് ഇഷ്യൂ കാര്യങ്ങളില്ല. പിന്നെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വോംബ്ലിങ് ഇഷ്യൂ മാറാൻ വേണ്ടിയിട്ട് അവർ കോൺസെപ്റ്റിൽ ഒരു പുതിയൊരു ലോക്കിംഗ് സിസ്റ്റം വരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതും കൂടിയും വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വോംബ്ലിങ് ഇഷ്യൂ മാറുന്നുണ്ട്. പുതിയ വണ്ടിയിൽ എന്തായാലും ഉണ്ടാവും, ഞങ്ങളെ വണ്ടിയിലില്ല. വണ്ടീൻ്റെ പവറും പെർഫോമൻസ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ല അടിപൊളി പവറും പെർഫോമൻസും ഒക്കെ ആയിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിരിക്കുന്നത്. ബ്രോയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ഇത് കുറച്ച് പഴയ വണ്ടിയല്ലേ? പവറും പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല പവറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ പവറും പെർഫോമൻസിനും പറ്റിയ ടയറിന്റെ ഇഷ്യൂ ഉണ്ട് നമുക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിലും 90/90 ആണ് നമുക്ക് വരുന്നത്. അപ്പം ആ കാരണം ഇത്രയും നമ്മൾ 105 കിലോമീറ്റർ സ്പീഡ് പോകുന്ന സമയത്ത് ഒരു സ്റ്റെബിലിറ്റിന്റെ ഇഷ്യൂ വരും എന്തായാലും. അപ്പൊ അതിന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാല് 110ന്റെ ടയർ ഇട്ടു. നമ്മളെ ഓലേന്റെ ടയർ ഉണ്ടല്ലോ, 110 70 12 അതാണിത്. അത് ഇടുന്നേരം നമുക്ക് കുറച്ചും കൂടി സ്റ്റെബിലിറ്റിയും ബ്രേക്കിംഗ് കാര്യങ്ങളും പെർഫോമൻസ് കാര്യങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. റേഞ്ച് കുറയോന്ന് ചോദിച്ചാൽ റേഞ്ച് കുറയുന്നില്ല. ഇല്ല, ഞാൻ ഇതിന്റെ മുന്നേ കാരണം നല്ല ടയർ ഏതാന്ന് നമുക്ക് EVയിൽ അറിയില്ലല്ലോ. കാരണം എനിക്ക് ആദ്യത്തെ ടയർ കിട്ടിയത് ഏകദേശം ഒരു 13,000 കിലോമീറ്ററിന്റെ അടുത്താണ് കിട്ടിയത് ബാക്കിലെ ടയർ. പക്ഷേ എന്ന് പറഞ്ഞാല് അത് TVSന്റെ ആയതുകൊണ്ട് തന്നെ കുറെ ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ MRFന്റെ ടയർ ഇട്ടു. MRFന്റെ ടയർ എനിക്ക് 10,000 കിലോമീറ്റർ ആണ്. അത് 100/80/12 ആണ്. പിന്നെ ഞാൻ ഓരോ ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്, കാരണം റേഞ്ചിന് ഇഷ്യൂ ഉണ്ടോന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം 110/70/12 ഇട്ടത്. അപ്പോൾ അതിലും എനിക്ക് റേഞ്ചിന്റെ ഇഷ്യൂ വന്നിട്ടില്ല. പക്ഷെ നല്ല കംഫർട്ടാണ് വണ്ടി ഓടിക്കാൻ, ഹൈ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാം. പിന്നെ ഉള്ള ഇഷ്യൂ പെർഫോമൻസിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സോണിക് മോഡിലിട്ട് കണ്ടിന്യൂസ് 105 സ്പീഡിൽ നമുക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം ചൂടാകുന്ന അങ്ങനെയൊന്നുമില്ല. അതായത് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പോകില്ല. അതിന് പകരം വണ്ടി ഓട്ടോമാറ്റിക്കലി 90ലേക്ക് മാറും. 90ലേക്ക് മാറിയിട്ട് കുറച്ച് നേരം നമുക്ക് 90-ലേ ഓടിക്കാൻ പറ്റും. 90-95 ആ റേഞ്ചിലേ ഓടിക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാലാണ് പിന്നെയും കൂടുതലേക്ക് നല്ല ഫീച്ചർ ആയിരിക്കും അല്ലേ? മോട്ടോർ ചൂടാവാതിരിക്കാനുള്ള ഫീച്ചർ ആയിരിക്കും. അങ്ങനെ സേഫ്റ്റിന്റെ കാര്യത്തിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സേഫ്റ്റിന്റെ കാര്യത്തിൽ കുറെ വേണ്ടിയിട്ടില്ല. കാരണം ഫുള്ളി വണ്ടിയിലാണല്ലോ. ടയർ മൊത്തം എത്ര പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്? ടയർ ഫ്രണ്ടിലത്താണെ ഒരു പ്രാവശ്യം, പണ്ട് TVSന്റെ ആയിരുന്നു, ഇപ്പൊ ഞാൻ MRF ആക്കി. ബാക്കിലത്തെ ആണെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം. വേറെ എന്തൊക്കെയാ മാറ്റിയത്? വേറെ ഞാൻ മാറ്റിയത് ഡിസ്ക് പാഡാണ് മാറ്റിയത്. ഡിസ്ക് പാഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ നമുക്ക് അത്യാവശ്യം നല്ല കിലോമീറ്റർ ഡിസ്ക് പാഡ് കിട്ടുന്നുണ്ട്. അത് സെറാമിക് പാഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, സാധാ ഓർഗാനിക് പാഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കിലത്തതാണെങ്കിൽ ബാക്കിൽ നമുക്ക് നല്ല രീതിയിൽ ചളി തെറിക്കുന്ന ഇഷ്യൂ ഉള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് പാഡ് പോകും. അതിന് ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഏതർ ഇങ്ങനെ ഒരു കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? ഈ കാലിപ്പറിനുള്ള കവർ. അപ്പോൾ അത് ഞാൻ നോക്കിയ സമയത്ത് അത് നമുക്ക് കിട്ടും, പക്ഷെ നമ്മൾ പോയാൽ അത് കിട്ടില്ല. അപ്പം എൻ്റെ ഫ്രണ്ടിന് ഏതറിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അവനെ കൊണ്ട് ഞാനത് വാങ്ങിച്ചാണ്. ഏകദേശം 100 രൂപേൻ്റെ ചിലവേ ഉള്ളൂ. അത് വാങ്ങിയാൽ നമുക്ക് ഈ പാഡ് കുറച്ചും കൂടി അധികം കിട്ടും. അതേപോലെ സസ്പെൻഷനൊക്കെ എങ്ങനെയുണ്ട്? സസ്പെൻഷൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണ് കുറച്ച് ഒരു ബാഡായിട്ട് നമുക്ക് തോന്നുന്നത്. ഫ്രണ്ട് കുറച്ചൊരു സോഫ്റ്റിനും കൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയായിരിക്കും. ബാക്കിൽ നമുക്ക് നല്ല രീതിയിലാണ്, നല്ല സസ്പെൻഷനാണ്. കാരണം അത് ഒരാൾ പോകുന്നേരം ചെറിയൊരു ഒരു ബാഡ് ഫീലിംഗ് വരെ തോന്നും. പക്ഷെ എന്ന് പറഞ്ഞാൽ രണ്ടാളാകുന്നേരം പെർഫെക്റ്റ്ലി ഓക്കെ ആണ് നമുക്ക്. പക്ഷെ നമ്മൾ കൂടുതൽ സമയം ഒരാളായിരിക്കും. അതാണ് രാത്രിയൊക്കെ നിങ്ങൾ ഒരുപാട് ഓടിച്ചിട്ടുണ്ടാവില്ലേ ഈ വണ്ടി? അതെ. അപ്പൊ ലൈറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ലൈറ്റിംഗിൽ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. ലൈറ്റിംഗിൽ നല്ല പെർഫെക്റ്റ് ആണ്, കിട്ടുന്നുണ്ട്. വിസിബിലിറ്റി കാര്യങ്ങൾ നല്ല രീതിയിലുണ്ട്. അതേപോലെ കണ്ണാടിന്റെ ബാക്കോട്ടുള്ള വിസിബിലിറ്റി എങ്ങനെയുണ്ട്? അത് കുറച്ചും കൂടി ഒന്ന് ഡിസൈൻ ഒന്ന് മാറ്റുന്നേ കുറച്ച് നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം കുറച്ച് ചെറുതായതുകൊണ്ട്. അത് ഞാനും പറയാൻ പോവായിരുന്നു. കാരണം ഇവിടെ കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്ക് ബാക്കിലോട്ടുള്ള ഫുള്ള് കിട്ടുന്നില്ല. റൈഡിങ് കംഫർട്ട് എങ്ങനെയുണ്ട് ബ്രോ? ലോങ് ഒക്കെ പോകുമ്പോൾ സിറ്റിയിൽ കുറച്ച് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ലോങ് ഓടുമ്പോൾ എങ്ങനെയുണ്ട്? ലോങ് ഓടുന്നതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് തന്നെയാണ് പ്രശ്നം. സീറ്റ് അധികം കംഫർട്ട് അല്ല നമുക്ക്.
കുറച്ച് ഒന്നെങ്കിൽ നമ്മൾ കുഷ്യൻ അയൺ ചെയ്തിട്ട് നമ്മൾ പുതിയ സീറ്റ് ആക്കണം. ഓക്കെ. പക്ഷെ ഇവര് കമ്പനി തരുന്ന സീറ്റ് എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ. ഇത് കവർ ഇട്ടതാ അല്ലേ? ഇത് കവർ ഇട്ട സീറ്റ് കവർ ഇട്ടത്. ഓക്കെ. ആരെങ്കിലും കുഷ്യൻ ചെയ്തിരുന്നോ? അറിയോ? കുഷ്യൻ ചെയ്തതായിട്ട് കൊച്ചിയിൽ ആരോ ഒരാൾ കുഷ്യൻ ചെയ്തിട്ടുണ്ട്. ആണല്ലോ. അത് ചിലപ്പോൾ എനിക്ക് വന്നാൽ കുറച്ചും കൂടി കംഫർട്ട് ആവുമായിരിക്കും. കുറച്ചും കൂടി കംഫർട്ട് ആവും. കുഷ്യൻ ചെയ്താൽ കുറച്ചും കൂടി കംഫർട്ട് ആവും. കാരണം ഞാനിതില് മറ്റേ ടെസ്റ്റ് റൈഡ് ചെയ്തില്ലേ, അല്ല റേഞ്ച് ടെസ്റ്റ് ചെയ്തില്ലേ, അന്നപ്പോൾ എനിക്ക് കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായി ബാക്കിലും അവിടെ കുറച്ചൊരു കംഫർട്ട് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കും ആ ബുദ്ധിമുട്ടുണ്ട്? ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ കാര്യമായിട്ട് അറിയാനുള്ളത് ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെയാണ്. അതായത് എങ്ങനെയുണ്ട്? കാരണം ഞാൻ ഇതുവരെ സർവീസിന് കൊടുത്തിട്ടില്ലല്ലോ. ഞാനിപ്പം ചെയ്തത് 5 സർവീസാണ് ഞാൻ ചെയ്തത്. അതിൽ 4 പ്രാവശ്യം ഞാൻ കൊച്ചിയിലേക്ക് വണ്ടി എടുത്ത് പോയിട്ട് അവിടെ നിന്ന് ചെയ്തതാണ്. സർവീസിന്റെ കാര്യത്തിൽ എനിക്കൊരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ അവർ സർവീസ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് സർവീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവര് ഒന്ന് ബെൽറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒന്ന് ജസ്റ്റ് നമ്മളെ ബ്രേക്ക് പാഡ് ഒന്ന് ക്ലീൻ ആക്കി തരുന്നുണ്ട്, പിന്നെ സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കുന്നുണ്ട്. അതാണ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് വാഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല കേട്ടോ, പല ആൾക്കാരും വാഷ് ചെയ്യാണ്ട് കൊടുക്കുന്നുണ്ടെന്ന്. അല്ല, കോഴിക്കോടുള്ളത് വാഷിങ് സ്റ്റാർട്ട് ആയിട്ടില്ല. ഞാൻ ലാസ്റ്റ് പോയാൽ അവർ സ്റ്റാർട്ട് ആയിട്ടില്ല. അവർ ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആയിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ സർവീസിന്റെ കാര്യത്തില് പക്ക ക്ലിയർ ആണ്. ധൈര്യമായിട്ട് സർവീസിന്റെ കാര്യത്തില് വണ്ടി ഇപ്പത്തെ നിലവിലെ കണ്ടീഷനിൽ ഓക്കെയാണ്. ഭാവിയിൽ നമുക്ക് പറയാനില്ല. അതേപോലെ ഞാൻ നേരത്തെ ചോദിക്കാൻ മറന്നുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സർവീസിന്റെ കാര്യം പറഞ്ഞല്ലോ. അതപ്പോൾ ഓരോ സർവീസിനും എത്ര കാശാവുന്നുണ്ട്? ഓരോ സർവീസിനും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഏകദേശം 800 സംതിങ് ആണ് വരുന്നത്. 800 സംതിങ് ആണ് വരുന്നത്. വേറെ അഡീഷണൽ ആയിട്ട് നമുക്ക് ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് പിന്നെ ചാർജ് കൊടുക്കും. പിന്നെ ബ്രേക്ക് പാഡിനൊന്നും അത്ര വരുന്നില്ല. ബാക്കിലുള്ള ബ്രേക്ക് പാഡിനാണെങ്കിൽ നമുക്ക് ബജാജിന്റെ ഡോമിനോറിന്റെ ബാക്കിലെ പാഡ് നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് പുതിയ ഗ്ലാമർ FI ഉണ്ട്, ഇതും സെയിം ബ്രേക്ക് പാഡാണ് വരുന്നത്. അതും നമുക്ക് യൂസ് ചെയ്യാം. ഏതറിന്റെ സെയിം തന്നെയാണ്. ഈ വണ്ടിന്റെ വേറെ ടയർ വെച്ചിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും പാർട്സ് എന്തെങ്കിലും തട്ടോ മുട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് മാറ്റിനോ? ഇല്ല, ഇതുവരെ മാറ്റിയിട്ടില്ല. ഇതിന്റെയൊക്കെ സാധനങ്ങളുടെ വില ഏകദേശം അറിയോ? എക്സ്പെൻസീവ് ആണോ? എങ്ങനെയാണ് ഇത്? ഏത്തറിനെ പോലെയാണോ? ഇല്ല, അത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വരുന്ന എല്ലാ വണ്ടിയും വാറണ്ടിയിൽ ക്ലെയിം ആണല്ലോ. അതിനുള്ള സമയമായിട്ടില്ല. കാരണം 1 വർഷം. പക്ഷെ ഫൈബർ പാർട്സിന് വാറണ്ടി കിട്ടുമോ? ഫൈബർ പാർട്സിന് വാറണ്ടി ഉണ്ടാവില്ല. അതാ ഞാൻ ചോദിച്ചത്, തട്ടിയെ മുട്ടി പൊട്ടി ആരെങ്കിലും അറിയോ? അങ്ങനെ സാധനം മാറ്റിയിട്ട് എത്രത്തോളം വിലയായിട്ടുണ്ടെന്ന് അറിയോ? ഇല്ല. ഞാൻ ഷോറൂമിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഇതുവരെയായിട്ട് ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടി ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാൻ, അതായത് 0 to 100% ചാർജ് ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ട്? എനിക്ക് ഏകദേശം 9 മണിക്കൂറിൻ്റെ അധികം എടുക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, എറണാകുളത്ത് പോയിട്ടാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു വരുന്നവരെ ഏകദേശം ഒരു 10% ടോട്ടൽ 10% ബാറ്ററി ഒക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്നേരം 9 മണിക്കൂറിൽ കൂടുതലാണ് വരുന്നത്. മെയിൻ ബാറ്ററി ആണെങ്കിൽ നമുക്കൊരു 5 മണിക്കൂർ അത് പെട്ടെന്ന് ചാർജ് ആവും. പക്ഷെ പോർട്ടബിളിലേക്ക് കുറച്ച് വളരെ സ്ലോ ആയിട്ടാണ് ചാർജ് കയറുക. അതുകൊണ്ടാണ് ഇത്ര കുറച്ച് ടൈം എടുക്കുന്നത്. എന്തായാലും താങ്ക് യു വെരി മച്ച് ബ്രോ. ഓക്കെ, താങ്ക് യു.